ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇൻവേർട്ടറിൻ്റെ ബാറ്ററി അസംബിൾ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ സൈറ്റായ എലക്സിഫൈ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഏകദേശം 6000 mAh ഉള്ള 3.2 വോൾട്ടേജ് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി മേടിച്ചിട്ടുണ്ട്. അത് ഏകദേശം 8 എണ്ണം മേടിച്ചിട്ടുണ്ട്. 8 എണ്ണം വരുമ്പോൾ 48Ah വരും. ഇപ്പോൾ കാണുന്ന സാധനമാണ് അതിൻ്റെ സോക്കറ്റ്. പിന്നെ ഇത് അതിൻ്റെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ കേബിളാണ്. ഇത് അത്യാവശ്യം നല്ല പവർഫുൾ കേബിളാണ്. ഇത് അതിൻ്റെ ബാറ്ററി ബെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്ഷനാണ്. ഇത് അതിൻ്റെ ബാറ്ററിയുടെ മുകളിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു സ്റ്റിക്കറാണ്. ഇത് പോസിറ്റീവ് കണക്ഷനിൽ മാത്രമേ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാറുള്ളൂ. അതുപോലെ ഇത് ഇതിൻ്റെ BMS ബോർഡാണ്. ഇത് 12 വോൾട്ട് ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീരീസ് ആയി കൊടുക്കുമ്പോൾ 4 എണ്ണം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് 4S 100 ആംപിയറിൻ്റെ BMS ബോർഡ് മൊഡ്യൂളാണ്. ഇത് ബാറ്ററി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ ബാറ്ററി കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റാണ്. ഇത് ചൂടാക്കിയിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുക ചെയ്യാം. ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. അതാകുമ്പോൾ എക്സാക്റ്റ് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് കൃത്യമായി കാണാൻ പറ്റും. ഈ മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് മാത്രമല്ല, നമ്മൾ AC വോൾട്ടേജും കറണ്ടും DC വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഓം റെസിസ്റ്റൻസും കറക്റ്റ് കിട്ടും. ഇതിലിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് 3.2 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഒരു സെല്ല് 3.2 തന്നെയാണ് കമ്പനി കൊടുക്കുന്നത്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന കണക്ഷനിൽ കൊടുത്തു. ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ നെറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വേണമെങ്കിൽ കിട്ടുകയും ചെയ്യും. ഇത് സീരീസ് ആയിട്ടാണ് ബാറ്ററി കൊടുത്തത്. 2 ബാറ്ററി പാരലായിട്ടും ബാക്കിയുള്ള 4 ബാറ്ററി സീരീസ് ആയിട്ടാണ്. ഇത് ബെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. ഈ മെഷീൻ ഉപയോഗിച്ച് ബെൽഡ് ചെയ്തപ്പോൾ അത് റെഡി ആവുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു കിറ്റ് മേടിച്ചു. ഇത് ബെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു കിറ്റാണ്. ഇതിൽ പോസിറ്റീവ് ഇതിൻ്റെ ഇൻഭാഗത്ത് 12 വോൾട്ടേജും ഔട്ട് ഭാഗത്ത് ഇതിൻ്റെ ബാറ്ററി ബെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്ഷൻസാണ് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് വീണ്ടും യൂട്യൂബ് ചാനൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ഇൻവെർട്ടർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ ബൈ, സീ യു.